1964 ജന്മാഷ്ടമി ദിനത്തിൽ രൂപം കൊണ്ട ആഗോള ഹൈന്ദവ പ്രസ്ഥാനമായ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ 60ാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ. സുരക്ഷ, സേവ, സംസ്കാരം തുടങ്ങിയ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് അതിൻ്റെ പ്രവർത്തനം ലോകവ്യാപകമായി നടപ്പാക്കി വരുന്നത്. അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്നാണ് സേവ. സേവന മേഖല വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ആയാമം തന്നെയാണ്. നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ രാജ്യമെമ്പാടും തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ ഒക്കാത്ത രീതിയിൽ വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളാണ് വിശ്വഹിന്ദു പരിഷത്ത് സേവാ പ്രവർത്തനങ്ങൾ കൂടി ലോകതലത്തിൽ നടപ്പാക്കി വരുന്നത്. ധാരാളം സേവന കേന്ദ്രങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റേതായി രാജ്യമെമ്പാടും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിലേറ്റവും പ്രാമുഖ്യമുള്ളത് ബാലബാലികാ സദനങ്ങൾ തന്നെയാണ്. നിർധനരായ ബാല്യങ്ങൾക്ക് ഒരിക്കലും ആശ്രയം ഇല്ലാതാവരുത് എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 100 കണക്കിന് സേവാകേന്ദ്രങ്ങൾ, ബാലബാലികാ സദനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലും ഏകദേശം 11ഓളം സേവന കേന്ദ്രങ്ങൾ ബാലബാലികാ ആശ്രമങ്ങളുടെ പേരിൽ പ്രവർത്തിച്ചു വരുന്നു. നിരവധി ബാല്യ കൗമാരങ്ങളാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ കൂടി അവരുടേതായിട്ടുള്ള ഭാവിയെ സുരക്ഷിതമാക്കാനുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നത്. ഇന്ന് പോലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള മലബാറിലെ ഒരു സേവാ കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നടക്കുകയാണ്. ഇങ്ങനെ 100 കണക്കിന് ബാല്യ കൗമാരങ്ങൾക്ക് സംരക്ഷണവും അഭയവും വിദ്യാഭ്യാസവും നൽകി അവരെ രാഷ്ട്രത്തിനും സമൂഹത്തിനും മാതൃകാപരമായിട്ടുള്ള വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളത് വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രാമുഖ്യമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ സേവന കേന്ദ്രങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, കേരളത്തിൽ പോലും അശോക് സിംഗാൾ കൗശൽ വികാസ് കേന്ദ്ര എന്ന പേരിൽ നിരവധി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ പരിശീലനം, തയ്യൽ പരിശീലനം തുടങ്ങിയ നിരവധി തൊഴിൽ മേഖലകളെ പറ്റിയുള്ള അറിവ് സമ്പാദിച്ചു കൊടുക്കാൻ പ്രാപ്തരാക്കുന്നു. അത്തരത്തിലുള്ള അറിവ് നേടിയ കുട്ടികൾക്ക് സ്വയം അവരുടേതായ ജീവിതത്തിലെ വരുമാനം കണ്ടെത്താനും ഇത്തരത്തിലുള്ള സേവന പ്രക്രിയയിൽ കൂടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെമ്പാടും തന്നെ അഡിക്ഷൻ സെൻ്ററുകൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വലിയ വലിയ കലാശാലകൾ തുടങ്ങിയവയൊക്കെ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് എന്നുള്ളത് ഈ മേഖലകളിൽ വിശ്വഹിന്ദു പരിഷത്ത് നടപ്പാക്കി വരുന്ന സേവനത്തിൻ്റെ മാതൃകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പല മഹാമാരികളുണ്ട്. അടുത്ത സമയത്ത് വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ, 2018 2019 കേരളം കണ്ടിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പ്രളയം, സുനാമി തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ നിരവധിയായ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മാനവ സേവയാണ് മാധവ സേവ എന്ന ഉദാത്തമായ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും ആദ്യം തന്നെ സേവന മേഖലകളിൽ എത്തിയ സംഘടന വിശ്വഹിന്ദു പരിഷത്താണ്. കഴിഞ്ഞ പ്രളയ സമയത്ത്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ മേഖലയിലുണ്ടായ പ്രളയത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കാര്യകർത്താക്കളും സാധാരണ പ്രവർത്തകരും ഒക്കെ തന്നെ എല്ലാ ജനവിഭാഗത്തിലുള്ള ആൾക്കാർക്കും വേണ്ട സേവനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറായി. ഇപ്പോഴും എല്ലാ വർഷവും വിശ്വഹിന്ദു പരിഷത്ത് അവരുടെ ജന്മദിനം പ്രമാണിച്ച് നിരവധി സേവന പ്രക്രിയകൾ ചെയ്തു വരുന്നു. ഇന്ന് നമുക്കറിയാം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ട പരിചരണവും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങും നടത്തുകയും അഡിക്ഷൻ സെൻ്ററുകൾ രാജ്യമെമ്പാടും തന്നെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഈ അഡിക്ഷൻ സെൻ്ററുകളിൽ കൂടി നിരവധി വ്യക്തികളെ അവരുടെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് സെൻ്ററുകൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പേരിൽ തന്നെ കേരളത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ സദ്ഗമയ എന്ന പേരിൽ നടപ്പാക്കി ധാരാളം കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്താനുള്ള പരിശീലന പരിപാടികൾ നടപ്പാക്കി പരിശീലിപ്പിച്ചവരെ പുറത്തിറക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സ്ഥിരമായ ചില സംവിധാനങ്ങളാണ്. ശബരിമലയിലെ സേവന പ്രവർത്തനങ്ങൾ, എല്ലാ വർഷവും ശബരിമലയിൽ നമുക്കറിയാം ധാരാളം മാലിന്യങ്ങൾ കുന്നുകൂടാറുണ്ട്. സർക്കാർ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് സംവിധാനങ്ങളും ഉപയോഗിച്ച് മാത്രം ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനോ ക്ലീനാക്കാനോ സാധിക്കുകയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിശ്വഹിന്ദു പരിഷത്ത് കഴിഞ്ഞ കുറേയേറെ വർഷക്കാലമായിട്ട് ആ ശബരിമലയിലും പമ്പ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സേവന പ്രക്രിയ നടപ്പാക്കുകയും ധാരാളം സേവന പ്രവർത്തികൾ കൂടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിശ്വഹിന്ദു പരിഷത്ത് കേരളത്തിലും ഭാരതത്തിലും നടപ്പാക്കി വരുന്ന സേവനം
സേവന പരിപാടികൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി ഭവനരഹിതരായിട്ടുള്ള ധാരാളം ഹൈന്ദവ സഹോദരന്മാർക്ക് ആവശ്യമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോളനികൾ, നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ധാരാളം കോളനികളുണ്ട്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ വളരെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളാണ് ഇത്തരത്തിലുള്ള കോളനിവാസികളിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും. എല്ലാ വർഷവും ഓരോ കോളനികൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ കോളനികളിലേക്ക് ആവശ്യമായിട്ടുള്ള നിരവധി സേവന പദ്ധതികൾ നടപ്പാക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു നൽകാനും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ, ഭാരതത്തിലെ പൊതുസമൂഹത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നടപ്പാക്കി വരുന്ന സേവന പ്രക്രിയകൾ വളരെ വലുതാണ്. ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് വിദേശ രാജ്യങ്ങളിലെ ഹൈന്ദവ സഹോദരന്മാരുടെ സഹായത്തോടുകൂടി ഈ കേരളത്തിലെ പെൺകുട്ടികൾ, വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസ സഹായ വിതരണവും മറ്റും ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ള പല പ്രക്രിയകളും വിശ്വ ഹിന്ദു പരിഷത്ത് നേതൃത്വത്തിൽ സേവന മാർഗത്തിൽ കൂടി നടപ്പാക്കി വരുന്നുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.